അതെ. സുരാജേട്ടാ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ സൈക്കോ അല്ല, സൈക്കോ എന്ന് പറയണ്ട എന്ന് പറയുമ്പോഴും സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് പല പ്രേക്ഷകർക്ക് പല രീതിക്കായിരിക്കുമല്ലോ. പക്ഷെ എനിക്ക് ഈ സിനിമ ഇപ്പൊ ഇവിടെ നിന്ന് കുറെ നേരം ട്രെയിലർ കണ്ടു. നിങ്ങൾ വരാൻ താമസിക്കുമ്പോൾ അത് തന്നെ ഇട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. വൈകിയപ്പോഴേ കണ്ടു കസേര എടുത്ത് അടിക്കുന്ന ഒരു സീനുണ്ടോ, അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. ഇത്തരം സീനുകൾ ചെയ്യുമ്പോൾ ആ ഡയറക്ടർ പറയുന്ന സീൻ ചെയ്യുന്നു എന്നുള്ള അത്തരം സീനുകൾ ചെയ്യുമ്പോൾ സുരാജേട്ടന് മനസ്സിൽ തോന്നി എന്തായാലും ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പരമാവധി ആ ക്യാരക്ടറായിട്ട് നിൽക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ സിനിമയിൽ എത്ര അഴിഞ്ഞാട്ടം ഉണ്ടാവും? സിനിമയിൽ ഉടനീളം അഴിഞ്ഞാട്ടമാണ് എല്ലാ സീനും. അതായത് ഈ സിനിമ ഒരു നിങ്ങളെ ഒരു 2 മണിക്കൂർ ഫുൾ എൻഗേജിലായിരിക്കും. നിങ്ങൾ കണ്ടുകൊണ്ട് നല്ല എൻഗേജിലായിട്ടുള്ള മുഹൂർത്തങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളതാണല്ലോ. അത് നിങ്ങൾ 2 മണിക്കൂർ ഉറപ്പായിട്ട് എൻഗേജ് ചെയ്യും. സുരാജേട്ടനാണെങ്കിൽ ശരി, ലിസ്റ്റിനോട് എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത് ഈ സിനിമ വളരെയധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പ് തന്നെ തരണം. നിങ്ങൾ ഇങ്ങനെ ഇത്തരം ഉറപ്പ് തന്ന ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. ഞാൻ സുരാജേട്ടനെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അത്രയും ഉറപ്പ് തരുന്നത് അങ്ങനെയല്ല. ഇപ്പൊ ഹൈദർ അലിയുടെ ഇന്റർവ്യൂ, ഹൈദർ അലിയുടെ പെരുമാറ്റങ്ങൾ, ചോദ്യമൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് തോന്നി ഇവർക്ക് ഒരു ഇടി കൂടി കൊടുക്കാതെ രക്ഷയില്ലെന്ന് തോന്നൂല. പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെ ആക്ടിവിറ്റീസ് കാട്ടുമ്പോൾ ഇവന്റ് പിടിച്ചോർണം കൊടുക്കാൻ നമുക്ക് തോന്നും. ഒരു 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 ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സൈക്കോ, ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ടല്ലോ, അതാണ് ഈ സിനിമ. ഞാൻ ഇവിടെ ഉണ്ട്. അല്ല, അപ്പം ഞാനും സുരാജ് ഒരേ കാറ്റഗറിയിലാണോ? അങ്ങനെയല്ല, എല്ലാം ആരും പെർഫെക്റ്റ് അല്ല. എല്ലാ മനുഷ്യരിലും സൈക്കോ ഉണ്ട്. അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ്. അതങ്ങനെ വരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് ഇത് സൈക്കോയുടെ ആയിരുന്നു അങ്ങനെ തോന്നുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇപ്പൊ ഹൈദർ അലി ഇന്നാല് ഡാൻസ് കാട്ടി, ഇതെല്ലാം പ്രേക്ഷകർ കാണേണ്ട വന്നില്ലേ? ഡാൻസ് കളിച്ചു, എന്തെല്ലാം പാട്ട് പാടുന്നു, തുള്ളുന്നു, ഇതെല്ലാം കാണികൾ കണ്ടുകൊണ്ടിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ലിസ്റ്റിലും ഒരു സൈക്കോ ഉണ്ട്. അതാണ് ഈ വേഷത്തിൽ നിർത്തിയിരിക്കുന്നത്. വേഷം ഇതിനൊന്നൊരു ഞാൻ ഇതിന്റെ ടൈറ്റിലിനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ മാത്രമാണ് കുറച്ചുകൂടെ എക്സ്ട്രാ ഡീസന്റ്. ഇപ്പൊ ഗ്രേസ് ഒക്കെ ഇട്ടേക്കുന്നുണ്ടില്ലേ, ഇതെന്ത് പറ്റി എന്നുള്ളതാണ്. എന്തെങ്കിലും ഗ്രേസ് ശരിക്കും ഒന്ന് കോട്ടിടുന്നോണ്ട് ഈ പബ്ലിസിറ്റിക്ക് ഇതിന് തന്നെ വന്നത്. നമ്മളോട് പറഞ്ഞതാ, മറ്റേ പ്രൊമോഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിളിക്കരുത്, ഇന്ന് കോട്ടടാലോ. അഡിയോസ് അമിഗോസിന് ശേഷം അഡിയോസ് അമിഗോസിന് ശേഷം ചേട്ടന്റെ പടങ്ങളൊക്കെ നോക്കുമ്പോ ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അല്ല, ചെയ്യണം. ഇപ്പം മുറയ്ക്കകത്താണെങ്കിലും അതിലെ പ്രൊമോ സോങ്ങിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇഡിയിലെ പ്രൊമോ സോങ്ങിലാണെങ്കിലും ഇച്ചിരി ഭയങ്കര ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആണ്. ഇത് ഇവഞ്ച്വലി ഉണ്ടായ ഒരു മാറ്റമാണോ, അതോ അല്ലെങ്കിൽ ബോധപൂർവം അങ്ങനെ ഒരു അതിലേക്ക് മാറിയതാണോ? ഇല്ല, ഇത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തത് മാത്രം, അല്ലാതെ ബോധപൂർവം ഇങ്ങനെ ഒരു സംഭവം വേണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഇതില് ഫെജോയുടെ സോങ്ങിലാണെങ്കിലും സുരാജേട്ടന് കുറെ ഡാൻസ് മൂവ്സ് നമുക്ക് കാണാൻ പറ്റി. അപ്പൊ അതൊക്കെ എത്രത്തോളം പ്രയാസകരമായിരുന്നു? അതെല്ലാം അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ആ ഡാൻസ് മാസ്റ്ററോട് തന്നെ ചോദിക്കും. ഒറ്റതള്ള സൈക്കിളായിരുന്നു സത്യം. കണ്ടില്ല, എനർജി കണ്ടില്ലേ? അങ്ങനെ ചെയ്യിപ്പിച്ച് അദ്ദേഹം വിടും. അദ്ദേഹം പറ്റും. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു പറയല്ല. ഞാൻ അതുക്കും മേലെ എന്നാണ് എന്റെ വിശ്വാസം. തിരുത്തില്ലേ, എന്നെ അങ്ങനെ കാണല്ലേ. അല്ല, വിക്രമിന്റെ കൂടെയുള്ള അപ്ഡേറ്റ് എന്താണ്? അപ്ഡേറ്റ് അത് ജാനുവരിയിലാണ് വീര ധീര ശൂര റിലീസ്. നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കൂടുതൽ അപ്ഡേഷനൊക്കെ ഇനിയിപ്പോ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വരും. ലിസിൻ ചേട്ടനായിട്ട് ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ട്, അതായത് 4 മണിക്ക് ED ഷോ വെക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് വെക്കുന്നുണ്ടോ? 4 മണിക്ക് വച്ചാക്കണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മള് തന്നെ മനസ്സിലാക്കി അത് കുടുംബം മാത്രമേ കാണൂ. അവരും രാവിലെ വിളിച്ച് ഉണർത്തിക്കൊണ്ട് വരുന്നതിന്റെ ദേഷ്യം മര്യാദ ഞാൻ പറഞ്ഞു, ഞാൻ പിള്ളേരെ സ്കൂളിൽ വിടാൻ സമയത്ത് അങ്ങേരിടാം. അങ്ങനെ പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. എങ്ങനെ ആ വ്യവസ്ഥയല്ല, 4 മണിക്ക് നമ്മുടെ ഷോ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. 4 PM വൈകിട്ട് 4 മണിക്ക്. അതെ, വൈകുന്നേരം 4. നമുക്ക് അതിന് ശേഷമുള്ള ഷോ മതി. അതുവരെ നമ്മൾ ഇറങ്ങിയ എല്ലാ സിനിമകളും കാണാം.
അല്ലു അർജുൻ, വിജയ് പോലെയുള്ള താരങ്ങളൊക്കെ വെളുപ്പിന് 4 മണിക്കും സുരാജ് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ വൈകുന്നേരം 4 മണിക്കും ഷോ വെക്കുന്നതാണ്. അത് സുരാജേട്ടനെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ചേട്ടാ, ഈ ലൈഫിൽ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ നമ്മൾ എക്സ്ട്രാ ഡീസന്റ് ആയിട്ട് നടക്കാറുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ എക്സ്ട്രാ ഡീസന്റ് എന്നുള്ളൊരു പേരും അതുപോലെ ഈ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടോ? ഈ ഡയറക്ടർ പുള്ളിയുടെ ആത്മകഥയാണത്, പുള്ളിയുടെ നമ്മുടെ തിരക്കഥാകൃത്തിന്റെ അതാണ് യഥാർത്ഥ സൈക്കോ. ഇതിന്റെ എഴുത്തുകാരനാണ്. അപ്പൊ ഇവരുടെ ആത്മകഥ അവര് തന്നെ വിവരിച്ച് തരുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് അതിലേക്ക് കയറാനും പറ്റി. കണ്ടുകൊണ്ടിരിക്കല്ലേ. ഫസ്റ്റ് പ്രൊഡക്ഷൻ